യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവശക്തനായ ദൈവത്തിന്റെ ജീവിതത്തിന് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വരാൻ വരുന്ന ആപത്തനർത്ഥങ്ങൾ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ശക്തിയോടും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത്, ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മഹത്വങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. രാജാതിരാജാവായിരിക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയല്ല നാറിൽ ചെയ്ത സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആരൊക്കെ നമ്മെ കൈവിട്ടാലും കൈവിടാത്ത അരുമരക്ഷ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഈ പൽക്കാലം ആ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നീ പതറിപ്പോകുവാൻ ഇടയാക്കാത്തവണ്ണം, തളർന്നു പോകാൻ ഇടയാക്കാത്തവണ്ണം നിന്നെ മുന്നോട്ട് എത്തിച്ച് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ ഒരു നാളും കൈവിട്ട് കളയുകയല്ല, ഉപേക്ഷിക്കുകയല്ല. ഒരു ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടതൊക്കെയും തന്ന് പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ, നാം ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. യോഹന്നാൻ 11 അധ്യായം അതിന്റെ 40 വാക്യത്തെ ഇപ്രകാരം കാണുന്നു: യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാവരോടും ഉള്ള ഒരു കാര്യമല്ല, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ആര് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ കാണുവാൻ സാധിക്കും. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം നീ കാണും എന്നാണ് വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഒരു കൂട്ടം പേരോട് പറയുന്ന ഒരു കാര്യമല്ല. നാം ചിന്തിക്കും, അയ്യോ ഒത്തിരി പേരില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ചിന്തിക്കും വിഷയത്തിന്റെ നടുവേ. പക്ഷെ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതേ സ്തോത്രം, നിന്നോട് കേട്ട ദൈവശബ്ദത്തെ, നിന്നോട് പറഞ്ഞ ദൈവശബ്ദത്തിന്റെ മുമ്പേ നീ ഫോഷ്കിനെ പോലെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് ഇടയത്തിര. വിശ്വസിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, എനിക്ക് ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. സ്തോത്രം. നമുക്കൊരു വിഷയം കടന്നു വരുമ്പോൾ നമുക്ക് ഒത്തിരി ചിന്തകളുണ്ട്. ഇന്ന രീതിയിലൊക്കെ ഇരുന്ന, അല്ലെങ്കിൽ ഇന്ന ഒരു ടൈമിനകത്ത് ഈ ഒരു സാഹചര്യം എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെയും നമ്മുടെ മുമ്പിൽ കടന്നു വരും. പക്ഷേ നമ്മുടെ ബുദ്ധികൾക്കോ നമ്മുടെ ചിന്തകൾക്കോ ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യുന്ന നമ്മുടെ ബുദ്ധികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടും അത് ഒതുക്കുവാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി. സ്തോത്ര. ഹല്ലേലൂയ. അതാണ് ദൈവം. അതായത് മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് തുല്യമായിട്ടല്ല ദൈവപ്രവൃത്തി, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. സ്തോത്ര. അത് എവിടെയൊക്കെ മെഡിക്കൽ റിപ്പോർട്ട് പരാജയപ്പെട്ടോ അവിടെയാ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയത്തുന്നത്. നമ്മുടെ കഴിവുകൾ എവിടെയാണ് അസ്തമിച്ചത് അവിടെയാ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയത്തുന്നത്. നമ്മുടെ എവിടെയാണ് എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായത് അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. നിന്റെ ശൂന്യതയ്ക്കകത്താ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതേ സ്തോത്രം. നിന്റെ പരാജയത്തിനകത്താ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ
ചിന്തകൾക്കും അപ്പുറമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മുടെ മുമ്പിലുള്ള വിഷയം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സാധ്യത ദൈവപ്രവൃത്തിക്ക് തടസ്സമല്ല എന്ന് നാം വിശ്വസിക്കണം. ദൈവത്തിന് എന്ത് പ്രവർത്തിക്കുവാൻ കഴിയും? അതാ റോമർക്കെതിരെ ലേഖനത്തിൽ കാണുന്നത്, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ ദൈവത്തിനെ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോ, പ്രിയ ദൈവം, ഇതിലെ കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്ത ദൈവം, കാത്തിരിക്കുന്നവരെ തല കുനിപ്പിക്കാത്തതായ ദൈവം, നീ അതിൽ വിശ്വാസത്തോടു കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെയാ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. അവിടെയാ ദൈവം കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കുന്നു. എവിടേക്ക് അത്ഭുതം നടന്നോ അവിടേക്ക് മെയിൻ ഫോക്കസായി നമുക്ക് കാണുവാനായിട്ട് യേശു കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം വലുത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കട്ടെ, ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവിടെ ആ വിശ്വാസത്തെ ആണ്, സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവ് കണ്ടിട്ട് 4 പേർ ചെയ്ത് പശുപതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ട് വയ്ക്കുമ്പോഴും യേശു കർത്താവ് പറയും, അവരുടെ വിശ്വാസം കണ്ടിട്ട്. അങ്ങനെ പ്രിയ ദൈവ പൈതലെ, ഇന്ന് പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കാം, സാധ്യതകൾ കാണില്ലായിരിക്കാം, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ദൈവസനെ കൊണ്ടുവച്ചിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്താണ്? ആ വിശ്വാസത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. അവിശ്വാസങ്ങൾ കടന്നു വരാൻ സാഹചര്യങ്ങൾ വരുമ്പോ ആ അവിശ്വാസത്തിന്റെ തലത്തെ നാം വേരോടെ മാറ്റിക്കളയണം. സ്തോത്രം. പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടുവാൻ തടസ്സമായി കടന്നു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവിശ്വാസങ്ങൾ. ഇത് നടക്കുമോ? ഇത് നടക്കാനുള്ള സാധ്യതയുണ്ടോ? സ്തോത്രം. സാഹചര്യങ്ങളും ഒന്നുമില്ലല്ലോ. ഈ തിരുവചനത്തിൽ നമുക്ക് ഉടനീളം നോക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ യേശു കർത്താവ് അതിനെയൊക്കെ അമർച്ച ചെയ്തിട്ടാ യേശു കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം ഒരു വിഷയത്തെ കർത്താവിന്റെ സനി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം കർത്താവിന്റെ സനി പരമേൽപ്പിച്ചപ്പോ നീ കേട്ട ചില ദൈവ ശബ്ദങ്ങൾ കാണും, നിന്നോട് മറുപടിയായി വെളിപ്പെട്ട ചില ദൈവവചനങ്ങൾ കാണും. അതിനൊരു മാറ്റം ഉണ്ടാക്കിയില്ല. സ്തോത്ര, ഹല്ലേലൂയ. അതെ, നീ കേട്ട ദൈവ ശബ്ദത്തെയും ദൈവവചനത്തെയും നീ ഫോക്കസ് ചെയ്ത് അതിന് തന്നെ അതിന് നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാലും ആ കേട്ട ദൈവ ശബ്ദത്തെ നീ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനകത്ത്, സ്തോത്രം, ഒരു ദൈവ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അതെ, കർത്താവ് പറഞ്ഞത് നാം വിശ്വസിക്കുവാൻ തയ്യാറായ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം നാം കാണണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മൾ ഇരുമനസ്സോട് കൂടി നടന്ന ദൈവത്തിന് ഒന്നും പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. അതേ, സ്തോത്രം, ഈ പകൽക്കാലം പ്രിയ ദൈവ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം വലുതായിരിക്കാം. ആ വിഷയം വലുതായിരിക്കുമ്പോൾ തന്നെ സാധ്യതകൾ ഒന്നും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുന്നു, 4 ദിവസമായി കല്ലറയിൽ കിടന്നിരുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പേ യേശു നൽകുന്ന ഒരു ആശ്വാസ വാക്കാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4 ദിവസമായി യാതൊരുവിധ സാധ്യതയുമില്ല. പക്ഷേ അതിന്റെ നടുവിലും കർത്താവിന് പറയാനായിട്ടുള്ളതുള്ളൂ, നീ വിശ്വസിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ മക്കളെ, സ്തോത്രം, ഈ പകൽക്കാല കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ലാസർ ദീനമായി കിടക്കുമ്പോൾ തന്നെ ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കിലേക്ക് ആളിനെ അയക്കുകയാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് പ്രിയനായവൻ എന്ത് ചെയ്യുന്നു? അതേ, സ്തോത്രം, ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഇത് കേട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യോ കർത്താവിന് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്, കർത്താവ് ഇത്രയും ടൈം മൗനമായിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന അവരാണ് നമുക്ക് അവിടെ മറിയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അത് മറ്റൊരിടത്ത് കാണുന്നു, സൽപ്രവർത്തികൾ വിശ്വസ്തതയായിട്ടിരിക്കുന്ന മാർത്തയെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നു. ദീനമായി കിടക്കുന്ന ലാസർ, 3 പേരുണ്ട്. സ്തോത്രം.
അവിടെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലും പ്രിയതേ മക്കളെ സ്തോത്രം കർത്താവിനധികമായി സ്നേഹിക്കുന്നവരുണ്ട്, കർത്താവിനോട് വിശ്വസ്തയോടെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും ചില വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നിലവിളിയാണ്, കർത്താവേ എന്താ എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാത്തത്, എന്താ ദൈവം മൗനമായിട്ടിരിക്കുന്നത്, എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടാത്തത് എന്ത് എന്ന് സ്തോത്രം. കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത് പോലെയല്ല, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ 4 ചുറ്റുപാടിൽ നിന്ന് നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടാകും, വേദനിപ്പിക്കുന്ന വാക്കുകൾ കടന്നു വരും. അവിടെ നമ്മൾ നിലയില്ലാതവണ്ണം നിലവിളിക്കുന്ന അനുഭവങ്ങളുണ്ട്. പ്രാർത്ഥനാ റൂമിനകത്ത് കടന്നുപോയി കർത്താവിനോട് നിലവിളിക്കുക, എന്തുകൊണ്ട് കർത്താവേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് വിട്ടതെന്നൊക്കെ നാം കർത്താവിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കൾ, ദീനമായിട്ട് കിടക്കുന്ന ഒരു സാധാരണക്കാരനല്ല, കർത്താവിന് പ്രിയനായവനാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം, ചില പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ കർത്താവിന്റെ അടുക്കൽ എത്തിയിട്ടും കർത്താവ് മൗനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അതിനകത്ത് അനങ്ങിയിലേക്ക് അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു ഇത് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കേട്ടോ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടി കർത്താവ് പാർത്തു. കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിച്ചെന്നല്ല കാണുവാൻ സാധിക്കുന്നത്. പ്രിയതേ മക്കളെ, കർത്താവിന്റെ ചില മൗനത എന്ന് പറയുന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്റെ മറ്റുള്ള മുമ്പിൽ നിന്നെ കേൾപ്പിച്ചു കൊടുക്കാനല്ല, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുവാൻ. അത്രേ സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? അതേ സ്നേഹമില്ലാത്ത കർത്താവല്ല, കരുണയില്ലാത്ത കർത്താവല്ല സ്തോത്ര, മനസ്സലിവില്ലാത്ത കർത്താവല്ല സ്തോത്രം. മറിച്ച് എന്ത് ചെയ്യണം? ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മൗനമായിട്ടിരിക്കുന്നത്, ചില വിഷയങ്ങൾക്ക് മറുപടി വൈകുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി. അത്രേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ സ്തോത്ര, ചോദിക്കുന്നില്ലേ കർത്താവ് എന്തുകൊണ്ട് സ്തോത്ര എന്റെ ജീവിതത്തിൽ ദൈവം മറുപടി തരുന്നില്ല? പ്രിയ ദൈവ പൈതലെ സ്തോത്രം, നിന്നെ കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, കർത്താവിന് നിന്നോട് കരുണയില്ലാത്തത് കൊണ്ടല്ല, കർത്താവ് നിന്നോട് മനസ്സിലില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതേ സ്തോത്രം ഹല്ലേലൂയ ചിലർക്ക് ചെയ്യുന്നത് പോലെ ചെയ്ത് നിന്നെ വിടുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്ന, മറിച്ച് ഒരു ദൈവനാമ മഹത്വത്തിനായിട്ട് നിന്നിൽ കൂടി നിന്റെ ഭവനത്തിനകത്ത് ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ഉയരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ കർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നിന്റെ ഭവനത്തെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലെ സ്തോത്രം, അതേ സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്നത് പോലെ കർത്താവ് ചെയ്യുകയല്ല. അതേ സ്തോത്രം, ഒരു നാച്ചുറൽ ആയിട്ടല്ല, സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനും അതേ സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും കാരണമായി ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ ദൈവത്തിന് മാറ്റാൻ പദ്ധതിയുണ്ട്. അല്പസമയം നിനക്ക് വേദന ഉണ്ടായെന്നിരിക്കാം, അല്പസമയം കരച്ചിന്റെ അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം, പക്ഷേ അതിന്റെ ഒടുവിൽ സ്തോത്ര ഹല്ലേലൂയ നിന്റെ ഭവനം മുഖാന്തരം സ്തോത്ര അനേകം പേർ കർത്താവിനെ വിശ്വസിക്കത്തക്ക രീതിയിൽ, നിന്റെ ജീവിതം മുഖാന്തരം സ്തോത്ര അനേകം പേർ കർത്താവിനെ കണ്ടുമുട്ടത്തക്ക രീതിയിൽ സ്തോത്ര ഹല്ലേലൂയ ചില ദൈവ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാനിടയായി തീരും. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മളൊരു ടൈം വയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ടൈം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കുമായിരുന്നു എന്ന് ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് 4 നാൾ കഴിഞ്ഞ് ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ മാർത്ത അവരെ എതിരേക്കാൻ ചെയ്തിട്ട് മറിയോ വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മാർത്ത യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ സ്തോത്രം എന്റെ സഹോദരൻ മരിക്കാനില്ലായിരുന്നു. അടുത്ത് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ 32-ാം വാക്യത്തിൽ കാണുന്നു, യേശു ഇരിക്കുന്ന ഇടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണിട്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കാനില്ലായിരുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു ടൈം കർത്താവിന് പ്രവർത്തിക്കാൻ കൊടുത്തിട്ടുണ്ട് സ്തോത്ര. ഈ പ്രഭാതത്തിൽ നമ്മുടെ ടൈമിന്റെ ലിസ്റ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. കാരണം എന്താ? ആ ടൈമിനകത്ത് നാം കാണുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് കാണും.
ഹല്ലേലൂയ. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു വെക്ക്. മൂർച്ഛന്യമായിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു വെക്ക്. എന്റെ ജീവിതത്തിനകത്ത് ഈ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ പ്രവർത്തിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, എന്റെ മുഖത്തും ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല, എന്റെ സ്ഥിതി വിഗ്രഹങ്ങൾ കൊടുക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പ് എന്തെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നാം പറയാം, ഇന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇന്നൊരു സാധ്യത ഉണ്ടായിരുന്നു, ഡോക്ടർമാർ ഇത്ര ശതമാനം സ്തോത്രം ഹോപ്പുണ്ടെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ 0 എന്നായി തീരുമ്പോ ഇനി ഒന്നും നടക്കത്തില്ല എന്ന് നാം പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് നിരൂപിക്കുന്ന ഒരു ടൈമുണ്ട്. അല്ല, നാം പറയുന്ന ഒരു ടൈമിനകത്തല്ല കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ മാർത്തയും മറിയയും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, സ്തോത്രം, നിന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈമിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഈ പകൽക്കാലം നമ്മുടെ വിഷയത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം വച്ചിരിക്കുന്ന ടൈമിനെ നാം ഈ പകൽക്കാലം നാം പൊട്ടിച്ച് കളയുക. ചില സാധ്യതകളും വർദ്ധിച്ചിട്ട്, കർത്താവേ, ഇന്ന കാര്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്, ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കണമേ, ഇതിനകത്ത് ദൈവത്തിന് പ്രവർത്തിച്ച് ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ചില അവിശ്വാസത്തെ ഈ പകൽക്കാലം നാം വേരോടെ പൊട്ടിക്കണം. നിന്റെ കൈ ശൂന്യമായി കൊള്ളട്ടെ, നിന്റെ പേഴ്സ് ശൂന്യമായി കൊള്ളട്ടെ, നിന്റെ മുമ്പിൽ യാതൊരുവിധ വഴിയും ഇല്ലാതിരിക്കട്ടെ. അവിടെയും കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കാം. സ്തോത്രം. അവിടെയാ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ടുള്ളത്. സ്തോത്രം. അവിടെയാ സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ സ്തോത്രം സാധ്യതകളോ ഒന്നും വേണ്ട ഒരു ദൈവ പ്രവൃത്തിക്ക്, ദൈവമഹത്വത്തിന്. അല്ലാതെ സാഹചര്യം നമ്മുടെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ നമുക്ക് പല കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഡോക്ടർമാർ കൈവിട്ട സാഹചര്യത്തിൽ, ഇനി ഒരു വിടുതലില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ, ശൂന്യമാക്കപ്പെട്ട സാഹചര്യങ്ങളിലൊക്കെയാണ് കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെട്ട. അങ്ങനെക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമോ, നാം 0 ആയി തീരണം. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ 0 ആയി തീരണം. അവിടെയാ കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. ഇപ്പോൾ കാലം എന്തെങ്കിലും ഒന്ന് എടുത്തു വച്ചിട്ട്, കർത്താവ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സാധ്യതകൾ കർത്താവിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് വിട്ടുകളാ. അപ്പനോട് പറ, അപ്പ എനിക്കൊന്നും കഴിയത്തില്ല, എന്റെ വിഷയം ഇതാണ്, എനിക്കിത് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ ശനി ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാക്കാം. കർത്താവ് പറഞ്ഞതായ ആ വാക്കിന്റെ മുമ്പിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കാം. യേശു കർത്താവ് ആ ഭവനത്തിൽ ചെന്നിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ലറയ്ക്കെത്തിയിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ല് നീക്കുവിൻ. ഹല്ലേലൂയ. അവിടെയും മരിച്ചവന്റെ സഹോദരിയായ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, കല്ല് നീക്കാമെന്നല്ല കർത്താവേ, നാറ്റം വച്ച് തുടങ്ങി 4 ദിവസമായി. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, ചില വിഷയങ്ങളകത്ത് ദൈവമഹത്വം വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം ഉരുട്ടി വച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ട്. സ്തോത്രം. മാർത്ത എന്താ ചിന്തിച്ചത്? നാറ്റം വരാതിരിക്കുവാൻ, ആ വിഷയം പുറത്തു വരാതിരിക്കാൻ. സ്തോത്രം. അതവിടെ പറയുന്നു, 4 ദിവസമായി നാറ്റം വച്ച് തുടങ്ങി. കല്ല് മാറ്റിയാൽ എന്ത് ചെയ്യും? നാറ്റം വരും. നാറ്റം വരാതിരിക്കുവാൻ ഉരുട്ടി വച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ട്. നാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും ഒക്കെ വച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതനോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ട് ചില വിഷയത്തിന്റെ വാക്കിൽ നാം ഉരുട്ടി വച്ചിരിക്കുന്ന ചില കല്ലുകൾ, അവിശ്വാസത്തിന്റെ കല്ലുകൾ, നെഗറ്റീവ് തോട്ടിന്റെ കല്ലുകൾ, ചിലതൊക്കെ സംഭവിക്കുമെന്നുള്ള ആ കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ എടുത്ത് നീക്കിക്കളയുക. ചിലത് നീക്കേണ്ട ബാധ്യത, ചിലത് മാറ്റിക്കളയേണ്ട ഉത്തരവാദിത്വം കർത്താവിൻ്റെതല്ല. നാം നീക്കാൻ തയ്യാറായ കർത്താവിന്റെ കരം അതിനകത്ത് വെളിപ്പെടും. നാം അത് നീക്കാൻ തയ്യാറാക്കണം. സ്തോത്രം. അത് വച്ചുകൊണ്ട് ഇരിക്കും ടൈം കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ചില കല്ലുകൾ, ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഇടർച്ച കല്ലുകൾ, ചില വാക്കായിരിക്കാം, ചില പ്രവൃത്തിയായിരിക്കാം.
സ്തോത്രം. ഈ പകൽക്കാലം ആ കല്ലുകളെ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് എടുത്തു കളയ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവിക മഹത്വം എൻ്റെ ജീവിതത്തിൽ പുറപ്പെട്ടു വരുവാൻ തടസ്സമായി നിൽക്കുന്നതിനെ എൻ്റെ കർത്താവെ, ഞാൻ അതിൻ്റെ മുമ്പിൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ല്, എന്ത് തന്നെ കല്ലായിക്കൊള്ളട്ടെ, അതിനെ ഞാൻ നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാമോ? ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ചില കല്ലുകൾ നീങ്ങുന്ന പകൽക്കാലമായി തീരട്ടെ. ഒരു ദൈവിക മഹത്വം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. അവിടെ മാർത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ നാറ്റം വച്ച് തുടങ്ങി, 4 ദിവസമായി, ചിലതൊക്കെ കൈവിട്ടു പോയെന്ന് പറഞ്ഞ് നീ ഉരുട്ടി വച്ച ചിലതില്ലേ, ഇനി ഇതിനകത്തൊരു വിടുതലില്ല എന്ന് പറഞ്ഞ് അതേ സ്തോത്രം, ഉരുട്ടി വച്ച ടൈം കഴിഞ്ഞു. ഇനി ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് പ്രവർത്തിക്കാൻ കഴിയില്ല, കർത്താവിനും പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ കല്ലുകളെ ഉരുട്ടി വച്ച് ആ വിഷയത്തെ നീ ഒതുക്കിയെങ്കിൽ ഈ പകൽക്കാലം കർത്താവിന് നമ്മോട് പറയാനായിട്ടുള്ളത്, കല്ല് നീക്കുവീൻ, കല്ല് നീക്കുവീൻ. ഹല്ലേലൂയ. ചില കല്ലുകളെ ഈ പകൽക്കാലം നീക്കുവാൻ തയ്യാറാക്കാം. യേശു എന്നിട്ട് അവളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്തോത്രം, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? നമുക്ക് ഈ തിരുവചനത്തിൽ നോക്കുമ്പോൾ കർത്താവ് വിശ്വസിക്കാത്ത ഒന്നും പറഞ്ഞില്ല, പക്ഷേ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനത്രേ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് തലപൊങ്ങി വന്നത് നിന്നെ സ്തോത്രം നാറ്റത്തോടെ വിടുവാനല്ല, സ്തോത്രം, കല്ലില്ല, ചില വിഷയത്തെ കല്ല് വെച്ച് മൂടി വെക്കുവാനല്ല, മറിച്ച് അതിനകത്ത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയത്രേ, ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടിയത്രേ. അതേ സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞു? നീ ആ വിഷയത്തെ അഭിമുഖീകരിച്ചപ്പോ നീ കർത്താവിന്റെ സനിൽ കൊണ്ട് ഇറക്കി വച്ച സാഹചര്യത്തെ നീ കേട്ട ചില ദൈവിക ശബ്ദം കാണും, നീ കേട്ട ചില ദൈവിക ആലോചന കാണും, നിന്നെ ബലപ്പെടുത്തിയ ചില ദൈവത്തിന്റെ ജീവനുള്ള വചനം കാണുമായിരിക്കാം. ആ വചനം, ഹല്ലേലൂയ, അതാ നിന്നോടുള്ള ആലോചന, അതാ നിന്നോടുള്ള ദൈവിക വാഗ്ദത്തം. അതിനെ നീ മുറുകെ പിടിക്കുക, അതിനെ നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതിനെതിരായി എന്ത് തന്നെ കടന്നു വന്നെന്ന് പറഞ്ഞാലും ആ വചനത്തെ, ആ ദൈവിക ശബ്ദത്തെ, ഹല്ലേലൂയ, അതാ നിനക്കുള്ള പ്രാർത്ഥനയുടെ മറുപടി. സ്തോത്രം. കർത്താവ് ഉടനെ പ്രവർത്തിക്കുക അതല്ല, സ്തോത്രം, നീ ആ വിഷയവുമായി മുന്നോട്ട് പോയപ്പോ ആ വിഷയത്തിനകത്ത് നീ കേട്ട ഒരു ദൈവശബ്ദമില്ലേ, അതാ നിന്നോടുള്ള പ്രാർത്ഥനയുടെ മറുപടി. ഈ പകൽക്കാലം അതിനെ വിശ്വസിക്കുക. സ്തോത്രം. അതാ പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പ്രിയ ദൈവമക്കളെ, കേട്ട ചില ദൈവശബ്ദങ്ങളെ മൂടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ഭാരപ്പെട്ട് സ്തോത്രം ഞരങ്ങി ഇരിക്കാതെ വണ്ണം, അതേ സ്തോത്രം, ഈ വിഷയത്തിനകത്ത് കേട്ട ദൈവശബ്ദത്തെ ഒന്നുകൂടി നീ വിശ്വസിക്കാൻ തയ്യാറാക. സ്തോത്രം. അവിടെ യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പകൽക്കാലം ആര് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ അവർ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയതേ മക്കളെ, വെറുതെ അല്ല, സ്തോത്രം, വചനം പറയുന്നത്. അതേ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വെറുതെ അല്ല, സ്തോത്രം. നാം അതിനെ ഈ പകൽക്കാലം പൂർണ്ണമായിട്ട് അവിശ്വസിക്കാതെ, അത് ഇരുമനസ്സോടെ ഇരിക്കാതെ, ചിലപ്പോൾ പ്രവർത്തിക്കുമായിരിക്കാം, ചിലപ്പോ നടന്നെന്നിരിക്കാം, എന്നാൽ ഒരു വഴിക്ക് പോകുന്നില്ല. നോ, അതല്ല. നമ്മുടെ കർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ അടുക്കൽ വന്ന ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല, അവരെ ലജ്ജിപ്പാൻ ദൈവം വിട്ടിട്ടില്ല. അങ്ങനെ കർത്താവിന്റെ ശബ്ദത്തെ നീ മുറുകെ ഒന്ന് പിടിക്കുക. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു. യഹോവയെ ദൈവം കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് അതേ ദൈവം എന്ത് വാഗ്ദത്തം തന്നുവോ അതിനെ നീ വിശ്വസിക്കുക. സ്തോത്രം. അതേ സ്തോത്രം, അത് കാറ്റ് കാണുന്നില്ലായിരിക്കാം, അതേ കോള് കാണുന്നില്ലായിരിക്കാം, പക്ഷേ നിന്നോട് കുഴികൾ വെട്ടാൻ പറഞ്ഞ നീ കുഴി വെട്ട
കേട്ടിട്ട് ഇരിക്കെ അതിനെ നിറയ്ക്കുന്നവൻ ഉണ്ട്. മരുഭൂമിയെ മലർവാടി ആക്കുന്നൊരു ദൈവം, ഹല്ലേലൂയ, മരുഭൂമി പെരുവഴി തുറന്നു തരുന്നൊരു ദൈവം കൂടെയുണ്ട്. സാധ്യതകളൊന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷേ അതേ നിനക്ക് വേണ്ടതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നാം കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ കർത്താവിൽ വിശ്വസിച്ച് നാം ധൈര്യപ്പെട്ട് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ദൈവനാമ മഹത്വത്തിനായിട്ട് മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടുമാറ് അനേകം പേർ ദൈവത്തിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാസറിനെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ കർത്താവിന്റെ സ്തോത്രം പ്രവൃത്തിയെ അവിശ്വസിക്കാതെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. മറ്റൊന്ന്, സ്തോത്ര ഹല്ലേലൂയ, നീ ആ വിഷയത്തിന്മേൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ലിനെ എടുത്തു കളയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സ്തോത്രം ചില ദൈവപ്രവൃത്തികൾ കാണുവാനായിട്ടിടയത്തിര. പ്രതിസന്ധികളിലും മനുഷ്യന്റെ പ്രതീക്ഷകൾ അവസാനിക്കുമെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിരും. അതാ ഇവിടെ കാണുവാനായിട്ട് ഇടയെത്തുന്നതാ. അതാ ഇവിടെ മാർത്തയോട് യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയെത്തുന്നു. സാധ്യതകളെല്ലാം അവസാനിച്ചു, പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. പക്ഷേ അതേ അവശേഷിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ളതത്രേ. ഈ പകൽക്കാല സാധ്യതകളെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് പോകാം, പ്രതീക്ഷകളെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് പോകാം. പക്ഷെ വിട്ടുമാറാത്ത ഒന്നുണ്ട്, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചന. ആ വചനത്തിന് മാറ്റമില്ല. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. മനുഷ്യരുടെ വാക്കുകൾ മാറിപ്പോകാം, പക്ഷേ ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല. അങ്ങനെ ഈ സാഹചര്യങ്ങൾ മാറാം, സാധ്യതകളെല്ലാം അവസാനിക്കാം. അതേ സ്തോത്ര ഹല്ലേലൂയ. പക്ഷേ പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വാക്കിന് ഒരിക്കലും മാറ്റമില്ലാത്തത് കൊണ്ട് ആ വാക്കിനെ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ നാറ്റം വച്ചു എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്ക. അതേ സ്തോത്രം. മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ കടക്കുമ്പോ ഒരു പന്തിക്കായിട്ട് ദൈവം അവനെ ഇരുത്തുവാനായിട്ട് ഇടയായി തീർന്നു വെക്ക്. അതേ ഒരു പന്തിക്ക് നിന്നെ ഇരുത്തുന്നതിന് മുമ്പായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ചില നാറ്റം വയ്ക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം. പക്ഷേ അതിനകത്ത് നീ വിശ്വസിക്ക. ചില വേദനയുടെ അനുഭവങ്ങളെ കൂടി നീ കടന്നു പോയെന്നിരിക്കാം, ചില നാറ്റം വയ്ക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോയെന്നിരിക്കാം, ചില നിന്നയുടെ പരിഹാസത്തിന്റെ നടുവിൽ കൂടി കടന്നു പോയെന്നിരിക്കാം. പക്ഷേ എന്നും നാറ്റം വച്ച അനുഭവത്തിൽ നടക്കുക, എന്നും സ്തോത്രം ദുർഗന്ധവുമായിട്ട് നടക്കുക കർത്താവ് അനുവദിക്കില്ല. ഒരു പന്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു പന്തിയുണ്ടോ? നീ പകൽക്കാലം വിശ്വസിക്കുക. ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും, പക്ഷേ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന കൂടി ചിലത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. ചില വിഷയങ്ങളുടെ നടുവിൽ എല്ലാം അസ്തമിച്ചു എന്ന് പറയുമ്പോഴും കർത്താവേ, ഞങ്ങൾ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവിന്റെ വാക്കാണ്. ആ വാക്കിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ എത്ര നാറ്റം വെച്ച വിഷയമെന്ന് പറയട്ടെ കർത്താവേ. ആ വിഷയത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. അവർ ചിലത് കാണട്ടെ, ചില അത്ഭുത പ്രവർത്തികൾ കാണട്ടെ കർത്താവേ. ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ കർത്താവേ. ആ സ്തോത്രം വിശ്വസിക്കുന്നവരുടെ മേൽ അവരുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ കർത്താവേ. ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുത്തു മാനിക്കണമേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കും. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.